കരിങ്കടൽ പോലെ ഇരുണ്ടുകിടക്കുന്ന ഹേമന്തപുരിയുടെ നാട്ടുവഴിയിലൂടെ 3 സുഹൃത്തുക്കൾ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് അന്തരീക്ഷം വല്ലാതെ തണുത്തു. ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് ഒരു ചുവന്ന മിന്നൽ പിണർ താഴേക്ക് പതിച്ചു. അവർക്ക് മുന്നിലുണ്ടായിരുന്ന ആ കൂറ്റൻ ആൽമരം നിമിഷനേരം കൊണ്ട് കത്തിയമർന്നു. കത്തുന്ന മരത്തിന്റെ പുകയ്ക്കിടയിലൂടെ അവർ വേഗം മുന്നോട്ട് നടന്നു. എന്നാൽ കണ്ണടച്ചു തുറക്കും മുൻപേ ആ മരത്തിൽ നിന്നും പുകച്ചുരുളുകൾ പോലെ കറുത്തിരുണ്ട കൈകൾ പുറത്തേക്ക് നീണ്ടുവരുന്നത് കണ്ടപ്പോൾ മൂവരുടെയും ഹൃദയമിടിപ്പ് നിലച്ചുപോയി. നിമിഷനേരം കൊണ്ട് അവരിൽ 2 പേരുടെ കഴുത്തിൽ നഖങ്ങൾ ആഴ്ന്നിറങ്ങി. മൂന്നാമൻ തന്റെ കൈവശമുണ്ടായിരുന്ന രക്ഷാസൂത്രം മുറുക്കിപ്പിടിച്ച് മന്ത്രങ്ങൾ ഉറക്കെ ജപിക്കാൻ തുടങ്ങി. ആ നഖങ്ങൾ അയാളുടെ അടുത്തേക്ക് നീണ്ടെങ്കിലും മന്ത്രശക്തിയാൽ അതിന് അയാളെ തൊടാനായില്ല. ആ തക്കം നോക്കി അയാൾ പ്രാണരക്ഷാർത്ഥം ഇരുട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. കൊട്ടാരത്തിലെ കിടപ്പുമുറിയിൽ ഹിരണ്യ മഹാരാജാവ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. വിയർപ്പിൽ കുളിച്ച ശരീരം വിറച്ചു. അദ്ദേഹം മട്ടുപ്പാവിലേക്ക് നടന്നു. അവിടെ നിന്ന് കണ്ട കാഴ്ച ഉറക്കം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശ്വാസവും മുട്ടിച്ചു. ഹേമന്തപുരിയുടെ നാട്ടുവഴിയിൽ ആകാശം മുട്ടെ തീ ഉയരുന്നു. ആ കാഴ്ച കണ്ട് ഹിരണ്യൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചുപോയി. ആ സമയം കൊട്ടാരത്തിന്റെ താഴെ കാവൽക്കാരെ തള്ളിമാറ്റി ഒരാൾ രാജാവിന്റെ അടുത്തേക്ക് ഓടിവരുന്നത് കണ്ടു. മഹാരാജാവിന്റെ മുന്നിൽ വണങ്ങിയ അവൻ വിറയ്ക്കുന്ന കൈകൾ ദൂരേക്ക് ചൂണ്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്രഭോ, ആൽമരം കത്തുന്നു. അതിൽ നിന്ന് വന്ന കൈകൾ എന്റെ സുഹൃത്തുക്കളെ. പേടി കാരണം അവന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് കേട്ട ഹിരണ്യന്റെ മുഖം വിളറി വെളുത്തു. ഭയത്താൽ തളർന്ന ആ യുവാവിനെ ഹിരണ്യൻ ആശ്വസിപ്പിച്ചു. അന്ന് രാത്രി ഹിരണ്യന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് ആ വാർത്ത ഹേമന്തപുരിയിൽ കാട്ടുതീ പോലെ പടർന്നു. നേരം പുലർന്നപ്പോൾ തന്നെ മഹാരാജാവ് രാജഗുരുവായ ഇന്ദ്രജനെ കാണാൻ ആഗ്രഹിച്ചു. എന്നാൽ രാജഗുരുവിന് പെട്ടെന്ന് കഠിനമായ പനി ബാധിച്ചുവെന്നും അദ്ദേഹം വിശ്രമത്തിലാണെന്നും ഒരു ഭടൻ വന്നറിയിച്ചു. ഇന്ദ്രജന്റെ ഈ പെട്ടെന്നുള്ള രോഗം ഹിരണ്യന്റെ ഉള്ളിൽ സംശയവും ആശങ്കയും വർദ്ധിപ്പിച്ചു. തുടർന്ന് ഹിരണ്യൻ പടത്തലവനായ ആദിത്യനുമായി കത്തിയെരിഞ്ഞ ആൽമരം നിൽക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. മരത്തിന് ചുറ്റും തടിച്ചുകൂടിയിരുന്ന പ്രജകൾ മഹാരാജാവിനെ കണ്ടതും ഭയഭക്തിയോടെ ഇരുവശത്തേക്കും വഴിമാറിക്കൊടുത്തു. ചോരയിൽ കുളിച്ച ആ 2 യുവാക്കളുടെ ചേതനയറ്റ ശരീരങ്ങൾ ഹിരണ്യന്റെ കൽപ്പനപ്രകാരം ഭടന്മാർ അവിടെ നിന്ന് എടുത്തുമാറ്റി. കരിഞ്ഞുണങ്ങിയ ആ മരത്തിന്റെ പരിസരത്ത് വല്ലാത്തൊരു മടുപ്പിക്കുന്ന ഗന്ധവും കനത്ത നിശബ്ദതയും തങ്ങി നിന്നിരുന്നു. മരം പരിശോധിച്ച ആദിത്യൻ തന്റെ സംശയം പ്രകടിപ്പിച്ചു. പ്രഭു, ഇന്നലെ വന്ന ആ യുവാവിന്റെ ചെയ്തികളായിരിക്കുമോ ഇത്? എന്നാൽ മഹാരാജാവ് പറഞ്ഞു, അല്ല ആദിത്യ, ഇത് വെറുതെ കത്തിയതല്ല. മുകളിൽ നിന്ന് താഴേക്ക് മരം കൃത്യമായി 2ആയി പിളർന്നിരിക്കുന്നു. ഇത് മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല. അതിശക്തമായ മിന്നലേറ്റത് തന്നെയാണ്. അടുത്ത 2 ദിവസങ്ങളിലും ആ മരത്തിന്റെ ചുവട്ടിൽ വീണ്ടും കൊലപാതകങ്ങൾ നടന്നു. ഓരോ പ്രഭാതവും ഉണരുന്നത് ഭീതിപ്പെടുത്തുന്ന വാർത്തകളുമായാണ്. സന്ധ്യ കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ ആ രാജ്യത്തുള്ളവർ എല്ലാവരും ഭയന്നു. ഹേമന്തപുരിയുടെ വീഥികളിൽ നിശബ്ദതയും മരണത്തിന്റെ ഗന്ധവും നിറഞ്ഞു. ഈ ഗുരുതരമായ സാഹചര്യം ചർച്ച ചെയ്യാനായി ഹിരണ്യൻ ഉടൻ തന്നെ മന്ത്രിസഭ വിളിച്ചുകൂട്ടി. കാവൽ ശക്തമാക്കലും ഭടന്മാരുടെ വിന്യാസവും കുറിച്ച് പലരും സംസാരിച്ചു. എന്നാൽ ആ വാക്കുകളൊന്നും രാജാവിന്റെ മനസ്സിൽ പതിഞ്ഞില്ല. ആയുധങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയാത്ത ഏതോ അദൃശ്യശക്തിയാണ് ഇതിന് പിന്നിലെന്നോർത്ത് ഹിരണ്യൻ ഭയപ്പെട്ടു. ചർച്ചകൾ മുറുകുമ്പോഴും രാജാവിന്റെ മനസ്സ് രോഗബാധിതനായി കിടക്കുന്ന രാജഗുരു ഇന്ദ്രജനിലായിരുന്നു. ഹിരണ്യൻ വൈകാതെ വൈദ്യശാലയിലേക്ക് തിരിച്ചു. രാജഗുരു ഇന്ദ്രജൻ രോഗപീഡയാൽ ക്ഷീണിച്ചു കിടക്കുകയായിരുന്നു. രാജാവിനെ കണ്ടതും അദ്ദേഹം ആയാസത്തോടെ എഴുന്നേറ്റു. ഹിരണ്യൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ ഇന്ദ്രജൻ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു, തിരുമനസ്സേ, നാട്ടിൽ നടക്കുന്ന ദുരന്തങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഹേമന്തപുരിയെ ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു വഴി പറഞ്ഞു തരണമെന്ന് ഹിരണ്യൻ രാജഗുരുവിനോട് അപേക്ഷിച്ചു. രാജാവിന്റെ ആശങ്ക കണ്ട ഇന്ദ്രജൻ തന്റെ വിറയ്ക്കുന്ന കൈകളാൽ മുന്നിലിരുന്ന കവടികൾ നിരത്തി. കണ്ണുകൾ അടച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം കവടികൾ പലവട്ടം ചലിപ്പിച്ചു. ഒടുവിൽ ഭയവും ഞെട്ടലും നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം ഹിരണ്യനെ നോക്കി പറഞ്ഞു, ഞാൻ സംശയിച്ചതുപോലെ തന്നെ അത് അവൾ തന്നെയാണ്. ഭദ്ര, അവൾ തിരിച്ചെത്തിയിരിക്കുന്നു. അത് കേട്ടതും ഹിരണ്യൻ അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു, ഭദ്രയോ? ആരാണത്? ഇന്ദ്രജൻ ഒരു ദീർഘനിശ്വാസത്തോടെ ഇടറിയ ശബ്ദത്തിൽ ആ പഴയ കഥ പറയാൻ തുടങ്ങി. തിരുമനസ്സേ, അങ്ങ് ജനിക്കുന്നതിന് മുൻപ് നടന്ന കാര്യങ്ങളാണിവ. അങ്ങയുടെ മാതാവായ രുക്മിണി രാജ്ഞിയുടെ ഗർഭാവസ്ഥയിൽ വലിയ തടസ്സങ്ങൾ നേരിട്ടപ്പോൾ വംശം നിലനിർത്താനായി 18 തികഞ്ഞ ഒരു കന്യകയെ ബലി നൽകണമെന്ന് അന്ന് വിധിച്ചത് ഞാനായിരുന്നു. ഇന്ദ്രജന്റെ വാക്കുകൾ മുറിഞ്ഞു. സ്വന്തം കൈകളിലേക്ക് നോക്കി ആ വൃദ്ധൻ പൊട്ടിക്കരഞ്ഞു. അന്ന് അധികാരത്തോടുള്ള ആർത്തിയിൽ ഞാൻ നിർദ്ദേശിച്ച പ്രകാരം ആ വിധി നടപ്പിലാക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ പിതാവ് ഭദ്ര എന്ന പെൺകുട്ടിയെ തിരഞ്ഞെടുത്തത്. കാടിന്റെ ഇരുട്ടിൽ ആരും അറിയാതെ ആ പഴയ ഭദ്രകാളി ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് ആ ബലി നടന്നത്. ബലിക്കല്ലിന് മുന്നിൽ ഭദ്രയെ ഒരുക്കി നിർത്തിയപ്പോൾ അവളുടെ അമ്മ അവിടേക്ക് ഓടിയെത്തി. തന്റെ മകളെ രക്ഷിക്കാൻ രാജാവിന്റെ പാദങ്ങളിൽ വീണ് അവർ കേണപേക്ഷിച്ചു. എന്നാൽ അധികാരഭ്രാന്ത് മൂത്ത മഹേന്ദ്രൻ ആ അപേക്ഷകൾ കേട്ടില്ല. അദ്ദേഹം തന്റെ വാളെടുത്ത് ഭദ്രയെ മാത്രമല്ല അവൾക്ക് കാവലായി നിന്ന ആ അമ്മയെയും നിഷ്കരുണം വെട്ടിവീഴ്ത്തി.
ആ ക്രൂരതയ്ക്ക് ശേഷമുള്ള ആദ്യ കറുത്ത വാവിൽ അവൾ പ്രതികാരത്തിനായി ഒരു യക്ഷിയായി തിരിച്ചെത്തി. അന്ന് രാത്രി കൊട്ടാരത്തിന്റെ അകത്തു കടന്ന അവൾ മഹേന്ദ്ര മഹാരാജാവിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി. അവളെ തടയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ 11 നാൾ നീണ്ട യാഗത്തിലൂടെയാണ് അവളെ ആ ആൽമരത്തിൽ തളച്ചത്. അന്ന് മന്ത്രങ്ങളാൽ തളച്ച ആ ഭദ്രയുടെ ആത്മാവാണ് ഇപ്പോൾ ആൽമരം പിളർന്നതോടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കേട്ട് സ്തംഭിച്ചു പോയ ഹിരണ്യന്റെ തൊണ്ട വറ്റി വരണ്ടു. തന്റെ ജനനത്തിന് പിന്നിലെ ചോരയുടെ ഗന്ധം അദ്ദേഹം തിരിച്ചറിഞ്ഞു. തന്റെ പിതാവിന്റെയും രാജഗുരുവിന്റെയും ക്രൂരതയോർത്ത് ഹിരണ്യൻ വെറുപ്പോടെ ചോദിച്ചു, എന്നാലും ഇത്രയും വലിയ ഒരു ക്രൂരത ചെയ്യാൻ നിങ്ങൾക്കെങ്ങനെ മനസ്സ് വന്നു ഗുരുവേ? എന്റെ ജീവന് വേണ്ടിയാണോ നിങ്ങൾ 2 നിരപരാധികളെ കൊലപ്പെടുത്തിയത്? ഹിരണ്യന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. ഇനി എന്താണിതിനൊരു പ്രതിവിധി? നിങ്ങൾ 2 പേരും കൂടി ചെയ്ത ഈ പാപത്തിന് ഞാൻ എങ്ങനെയാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? പെട്ടെന്ന് ആ മുറിയിൽ അസാധാരണമായ ഒരു കാറ്റ് വീശി. ഔഷധക്കൂട്ടുകളുടെ ഗന്ധത്തെ മറികടന്നുകൊണ്ട് മണ്ണും ഇലകളും കലർന്ന ഒരു ഗന്ധം അവിടെ നിറഞ്ഞു. ഭദ്രയുടെ ഭീകരമായ അട്ടഹാസം ആ മുറിയിൽ മുഴങ്ങി. ഹിരണ്യൻ ഭയത്തോടെ ഇരുട്ടിലേക്ക് നോക്കി. ഇന്ദ്രജൻ കൈകൾ ഉയർത്തി കണ്ണുകളടച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ വേഗത്തിലുടിവിട്ടു. നിമിഷങ്ങൾക്കകം അട്ടഹാസം നിലച്ചു. മുറിയിൽ വീണ്ടും ഭയാനകമായ നിശബ്ദത പടർന്നു. ഇന്ദ്രജൻ കുറച്ച് തകിടുകൾ പുറത്തെടുത്തു. അവയിൽ മന്ത്രങ്ങൾ കുറിച്ച ശേഷം അദ്ദേഹം ഭടന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു, ഈ തകിടുകൾ എത്രയും വേഗം കൊട്ടാരമതിലിന്റെ 8 ദിക്കുകളിലും കുഴിച്ചിടുക. ഒരു നിമിഷം പോലും വൈകരുത്. ഭടന്മാർ ഭയത്തോടെ അത് വാങ്ങി ഓടിമറഞ്ഞു. ശേഷം അദ്ദേഹം ഹിരണ്യന്റെ നേരെ തിരിഞ്ഞു. പ്രഭു, തൽക്കാലം ഈ കൊട്ടാരത്തിനുള്ളിൽ അവളെ തടയാൻ നമുക്ക് കഴിഞ്ഞേക്കും. പക്ഷേ ഓരോ നിമിഷവും അവളുടെ ശക്തി വർദ്ധിച്ചു വരികയാണ്. നമ്മളാണ് അവളുടെ അടുത്ത ലക്ഷ്യം. അതിനു മുൻപേ ആ പഴയ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്ന് ദീപങ്ങൾ തെളിയിച്ച് അവളെ അവിടെ തന്നെ വീണ്ടും തളയ്ക്കണം. അന്ന് രാത്രി വനത്തിനുള്ളിലൂടെ ആ പഴയ ക്ഷേത്രത്തിലേക്ക് അവർ പുറപ്പെട്ടു. പുഴക്കരികിലെത്തിയപ്പോൾ അന്തരീക്ഷം ആകെ മാറി. പെട്ടെന്നൊരു കൊള്ളിയാൻ മിന്നിയതുപോലെ ഭദ്ര അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ കണ്ണുകളിൽ പകയുടെ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഭയന്നുപോയ ഇന്ദ്രജൻ എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ നാവ് കുഴഞ്ഞുപോയി. ഭദ്രയുടെ കൂർത്ത നഖങ്ങൾ ഇന്ദ്രജന്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി. ആ രക്തദാഹി ഇന്ദ്രജന്റെ ആത്മാവിനെ പിടിച്ചെടുത്ത് ഒരു ഇരുമ്പു പെട്ടിയിലാക്കി. നീ കാരണമാണ് എല്ലാം സംഭവിച്ചത്. ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. നൂറ്റാണ്ടുകളോളം നീ ഈ പെട്ടിക്കുള്ളിലെ ഇരുട്ടിൽ മോക്ഷം കിട്ടാതെ അലഞ്ഞുതിരിയും എന്ന് ശപിച്ചുകൊണ്ട് അവൾ ആ പെട്ടി പുഴയിലെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. അവൾ ഹിരണ്യന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹിരണ്യ, എന്റെ ഭിക്ഷയാണ് നിന്റെ ഈ ജീവിതം. എന്നെയും എൻ്റെ അമ്മയെയും ബലി കൊടുത്ത ഈ രാജ്യത്ത് ഇനി ഒരാളും ബാക്കിയുണ്ടാവില്ല. നിന്നെ സാക്ഷിയാക്കി ഈ ഹേമന്തപുരിയെ ഞാൻ കത്തിച്ച് ചാമ്പലാക്കും. ആ വാക്കുകൾ വനത്തിലാകെ മുഴങ്ങി. നിമിഷങ്ങൾക്കകം കാറ്റും കരിനിഴലും പോലെ അവൾ അപ്രത്യക്ഷയായി. ദൂരെ തന്റെ രാജ്യത്തിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് കറുത്ത പുകയും തീജ്വാലയും ഉയർന്നു പൊങ്ങുന്നത് കണ്ട് ഹിരണ്യൻ ആ പുഴക്കരയിൽ തകർന്നിരുന്നു. രാജഗുരുവിന്റെ മരണത്തിൽ ഹിരണ്യൻ അതീവ ദുഃഖിതനായി. പിറ്റേന്ന് രാവിലെ ആ ഗ്രാമത്തിലെ ജനങ്ങൾ കൂട്ടത്തോടെ കൊട്ടാരത്തിലെത്തി തങ്ങളുടെ സങ്കടം ബോധിപ്പിച്ചു. രാത്രിയിലെ ആ തീയിൽ കുറച്ചുപേർ മരിക്കുകയും പലർക്കും മാരകമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹേമന്തപുരിയിൽ ഇനിയും നിന്നാൽ മരണം ഉറപ്പാണെന്ന ഭയത്താൽ ചില ആളുകൾ രാജ്യം വിട്ടു പോകാനും തുടങ്ങി. ജനങ്ങൾ തന്നെ വിശ്വാസമില്ലാതെ നാടുവിട്ടു പോകുന്നത് കണ്ട് ഹിരണ്യൻ നിസ്സഹായനായി നിൽക്കുമ്പോഴാണ് ആദിത്യൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. തിരുമനസ്സേ, ഇതിന് ഇനി ഒരു വഴിയേയുള്ളൂ. അയൽ രാജ്യത്തെ മഹാമുനിയും മാന്ത്രികനുമായ ബ്രഹ്മദത്തനെ നമുക്ക് വിളിച്ചു വരുത്തണം. അതീവ ശക്തിയുള്ള ആ മാന്ത്രികന് മാത്രമേ ആ ആത്മാവിനെ തളയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒട്ടും വൈകാതെ ആദിത്യൻ നേരിട്ട് പോയി ബ്രഹ്മദത്തനെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ ആ കരുത്തനായ മാന്ത്രികന്റെ വരവ് ഭദ്രയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. അദ്ദേഹത്തെ തടയാനായി അവൾ ആ വനയാത്രയിലുടനീളം ഭീകരമായ പല തടസ്സങ്ങളും സൃഷ്ടിച്ചു. പക്ഷേ ബ്രഹ്മദത്തൻ കുലുങ്ങിയില്ല. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഉതിർന്ന മന്ത്രങ്ങൾ ഭദ്രയുടെ എല്ലാ മായകളെയും തകർത്തെറിഞ്ഞു. ഒടുവിൽ സർവ്വപ്രതിബന്ധങ്ങളെയും ചവിട്ടിമെതിച്ച് ഒരു ദൈവതേജസ്സു പോലെ ബ്രഹ്മദത്തൻ ഹേമന്തപുരിയുടെ കൊട്ടാരമുറ്റത്ത് വന്നു നിന്നു. തന്നെ സ്വീകരിച്ച ഹിരണ്യ മഹാരാജാവിനെ നോക്കി ബ്രഹ്മദത്തൻ ഗൗരവത്തിൽ പറഞ്ഞു, പ്രഭു, ഞാൻ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. എനിക്കെന്നല്ല, ഈ ലോകത്ത് ആർക്കും ഭദ്രയെ തളയ്ക്കാൻ കഴിയില്ല. അത്രമേൽ ശക്തിയുണ്ട് അവളുടെ പകയ്ക്ക്. ഞാനതിന് ശ്രമിച്ചാൽ എന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മാത്രമല്ല, ഈ രാജ്യം അവൾ കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്യും. ഇനി ഒരേയൊരു വഴിയേ നമ്മുടെ മുന്നിലുള്ളൂ. അവളുടെ ജീവിതം കുരുതി കൊടുത്ത് ലഭിച്ച രാജാവായ അങ്ങയുടെ ജീവൻ ബലി നൽകി ആ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്താൽ മാത്രമേ ഭദ്രയുടെ ആത്മാവിന് മോക്ഷം ലഭിക്കൂ. അവൾ പോലും അറിയാതെ അവളുടെ ശക്തി ഇല്ലാതാക്കാൻ വേറെ മാർഗങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ബ്രഹ്മദത്തന്റെ വാക്കുകൾ കേട്ട് ഹിരണ്യനും ആദിത്യനും ഒരുപോലെ ഭയന്നു വിറച്ചു. മണിക്കൂറുകളോളം നീണ്ട ആലോചനയ്ക്കൊടുവിൽ തന്റെ പ്രജകളുടെയും രാജ്യത്തിന്റെയും സുരക്ഷയ്ക്കായി സ്വന്തം ജീവൻ ബലി നൽകാൻ മഹാരാജാവ് തീരുമാനമെടുത്തു. എന്നാൽ ഈ വാർത്തയറിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയും കുട്ടികളും അത് തടയാനായി ഓടിയെത്തി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ഹിരണ്യനെ തടയാൻ ശ്രമിച്ചെങ്കിലും
തൻ്റെ പിതാവ് ചെയ്ത പാപത്തിന് മറ്റൊരു പരിഹാരമില്ലെന്ന് അദ്ദേഹം അവരെ പറഞ്ഞു മനസ്സിലാക്കി. എൻ്റെ മരണം കൊണ്ട് ഈ നാട് രക്ഷപ്പെടുമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ഹിരണ്യൻ തൻ്റെ തീരുമാനം ബ്രഹ്മദത്തനെ അറിയിച്ചു. ഹിരണ്യൻ്റെ തീരുമാനം കേട്ട ബ്രഹ്മദത്തൻ ഗൗരവത്തോട് പറഞ്ഞു, എങ്കിൽ 2 ദിവസത്തിന് ശേഷമുള്ള ദുർഗാഷ്ടമി രാത്രിയിൽ ആ പഴയ ക്ഷേത്രമുറ്റത്ത് വെച്ച് തന്നെ അത് സംഭവിക്കണം. അതുവരെ അങ്ങ് പുറം ലോകവുമായി ബന്ധമില്ലാതെ കഠിനമായ തപസ്സിൽ മുഴുകേണ്ടതുണ്ട്. ആത്മശുദ്ധിയോടെ വേണം ബലിക്കലിന് മുന്നിലെത്താൻ. ബ്രഹ്മദത്തൻ നേരിട്ട് പോയി ആ പഴയ ഭദ്രകാളി ക്ഷേത്രത്തിൽ ആവശ്യമായ ഹോമകുണ്ടങ്ങളും ഒരുക്കങ്ങളും തയ്യാറാക്കി. കൊട്ടാരത്തിന്റെ ഒരു രഹസ്യ അറയിൽ ഹിരണ്യൻ കഠിനമായ തപസ് ആരംഭിച്ചു. ഹേമന്തപുരി ഭയവും ഭക്തിയും കലർന്ന ഒരു നിശബ്ദതയിൽ ആ കറുത്ത രാത്രിക്കായി കാത്തിരുന്നു. ദുർഗാഷ്ടമി രാത്രിയിൽ സന്ധ്യയ്ക്ക് മുൻപേ അവർ ക്ഷേത്രത്തിലെത്തി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. സൂര്യൻ അസ്തമിച്ചതോടെ ഭയാനകമായ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് പൂജകൾ തുടങ്ങി. ഹിരണ്യനെ ബലിക്കല്ലിൽ കിടത്തിയപ്പോൾ കണ്ടുനിന്ന ആദിത്യന്റെയും ഭടന്മാരുടെയും കണ്ണുകൾ നിറഞ്ഞു. ആദിത്യൻ വിറയ്ക്കുന്ന കൈകളോടെ വാൾ ഒരു ഭടന് കൈമാറി. പെട്ടെന്ന് അന്തരീക്ഷമാകെ കുലുങ്ങിക്കൊണ്ട് ഭീകരരൂപത്തിൽ ഭദ്ര അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഹിരണ്യ, ഈ ബലിയിലൂടെ നിന്റെ രാജ്യം രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് അലറിക്കൊണ്ട് അവൾ മുന്നോട്ട് വന്നതും ബ്രഹ്മദത്തൻ തന്റെ മാന്ത്രിക വടികൊണ്ട് അവളെ തടഞ്ഞു. അവളത് പുച്ഛിച്ചു തള്ളി വീണ്ടും മുന്നോട്ട് കുതിച്ചു. നിമിഷങ്ങൾക്കകം അവൾക്ക് ചുറ്റും വട്ടത്തിൽ തീജ്വാലകൾ ഉയർന്നു. ബ്രഹ്മദത്തന്റെ ശിഷ്യന്മാർ ക്ഷേത്രത്തിലെ വിളക്കുകൾ ഓരോന്നായി തെളിക്കുകയും വലിയ ശബ്ദത്തോടെ മണിനാദങ്ങൾ മുഴക്കുകയും ചെയ്തു. മറ്റൊരാൾ ആ വലിയ ദുർഗാദേവിയുടെ വിഗ്രഹം ശംഖിന്റെ ശബ്ദത്തിന്റെ അകമ്പടിയോടെ പൂജിക്കാൻ തുടങ്ങി. ബ്രഹ്മദത്തൻ കോപത്തോടെ ഗർജിച്ചു, നിനക്ക് മോക്ഷം നൽകാനായി ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത മഹാരാജാവിനെ ബലി കൊടുക്കുമെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി ഭദ്രേ. ഇത് നിന്നെ കുടുക്കാൻ ഞാൻ ഒരുക്കിയ കെണിയാണ്. നിന്നെ കൊന്നവർക്കുള്ള ശിക്ഷ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഒരു നിരപരാധിയെ കൂടി ഇല്ലാതാക്കാൻ ഞാൻ അനുവദിക്കില്ല. പെട്ടെന്ന് ക്ഷേത്രത്തിന് ചുറ്റും പല പല ഹോമകുണ്ടങ്ങൾ കത്തിച്ച് ബ്രഹ്മദത്തന്റെ ശിഷ്യന്മാർ മന്ത്രങ്ങൾ ഉച്ചരിച്ചതോടെ ഭദ്രയുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. താൻ ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ അവൾ കോപം കൊണ്ട് അലറിയെങ്കിലും രക്ഷപ്പെടാനായില്ല. പെട്ടെന്ന് അവളുടെ രൂപം അതിവിരൂപവും ഭയാനകവുമായി മാറി. അത് കണ്ട് നിന്നവരെല്ലാം പേടിച്ചു വിറച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതേസമയം ഭദ്രയെ അടക്കം ചെയ്ത മണ്ണിൽ ശിഷ്യന്മാർ പ്രത്യേക പൂജകൾ തുടങ്ങി. ബ്രഹ്മദത്തൻ തന്റെ ശക്തികളെയെല്ലാം പ്രയോഗിച്ച് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഹോമം ആരംഭിച്ചു. കുറച്ചു സമയം കഴിഞ്ഞതും ഭദ്രയുടെ ആത്മാവ് പതുക്കെ അവളെ അടക്കം ചെയ്ത മണ്ണിലേക്ക് തന്നെ അലിഞ്ഞു ചേർന്നു. അന്തരീക്ഷം പെട്ടെന്ന് ശാന്തമായി. കാറ്റും കോളും വഴിമാറി നിലാവെളിച്ചം ക്ഷേത്രമുറ്റത്ത് പടർന്നു. നടന്നതൊന്നും വിശ്വസിക്കാനാവാതെ ഹിരണ്യൻ ബലിക്കല്ലിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. കണ്ണുനീരോടെ അദ്ദേഹം ബ്രഹ്മദത്തനെ നോക്കി കൈകൂപ്പി നിന്നു. ആ മുനിവര്യൻ മഹാരാജാവിനെ അടുത്തു വിളിച്ച് ആശ്വസിപ്പിച്ചു. പുലർച്ചെയോടെ ജീവനോടെ മടങ്ങിവരുന്ന ഹിരണ്യ മഹാരാജാവിനെ കണ്ടപ്പോൾ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരും സന്തോഷം കൊണ്ട് വിതുമ്പി. അദ്ദേഹത്തിന്റെ പത്നി ഓടിയെത്തി കരഞ്ഞുകൊണ്ട് ആലിംഗനം ചെയ്തു. ദുരിതങ്ങളെല്ലാം അവസാനിച്ചുവെന്നും ഹേമന്തപുരി ശാപമുക്തമായെന്നും മഹാരാജാവ് വിളംബരം ചെയ്തതോടെ എല്ലാവർക്കും ആശ്വാസമായി. ഹേമന്തപുരിയിൽ പഴയതുപോലെ സന്തോഷവും സമാധാനവും തിരിച്ചുവന്നു.